Hello, I am Anu V from St. Peter's College, കോലഞ്ചേരി. ഈ വീഡിയോയിൽ റിയൽ അനാലിസിസിലെ തോമേസ് ഫംഗ്ഷൻ്റെ ഡിസ്കണ്ടിന്യൂറ്റിയും കണ്ടിന്യൂറ്റിയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫൈൻ തോമേസ് ഫംഗ്ഷൻ ഓൺ ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ആൻഡ് ഷോ ദാറ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് precisely at the irrational points in 0 infinity. അപ്പോൾ തോമേസ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ആണ്. അത് ഇറാഷണൽ പോയിന്റ്സിൽ മാത്രം ആണ് കണ്ടിന്യൂസ് ആവുന്നത് എന്ന് പറയുമ്പോൾ റാഷണൽ പോയിന്റ്സിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തോമേസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഡൊമെയിൻ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് റാഷണൽ നമ്പർ ആകാം അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ ആകാം. ഇറാഷണൽ നമ്പർ ആണ് എങ്കിൽ ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ 0 ആണ്. ഡിറിഷ്ലെ ഫംഗ്ഷനും അങ്ങനെ തന്നെയായിരുന്നു. ഇനി റാഷണൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ അത് m/n എന്ന ഫോർമാറ്റിൽ ആയിരിക്കും. ആ m/n എന്ന നമ്പർ അതിൻ്റെ ലോവസ്റ്റ് ഫോമിലാണ് എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എമ്മിനും എന്നിനും കോമൺ ഫാക്ടേഴ്സ് 1 അല്ലാതെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജ് ആയിട്ട് എടുക്കേണ്ടത് 1/n ആണ്. അതായത് അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഇറാഷണൽ നമ്പറിൽ ഇമേജ് 0, റാഷണൽ നമ്പറിൽ ഇമേജ് റെസിപ്രോക്കൽ ഓഫ് ദ ഡിനോമിനേറ്റർ. ഇനി ഇത് റാഷണൽ നമ്പേഴ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യും. അതിനു മുന്നേ ഈ തോമേസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് കാണാം. പരീക്ഷയ്ക്ക് ഈ ഗ്രാഫ് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ 1 എന്ന പോയിന്റ്, ആ 1 എന്ന റാഷണൽ നമ്പറിനെ നമുക്ക് 1/1 എന്ന് എഴുതാം. അപ്പോൾ ഡിനോമിനേറ്റർ 1 ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ 1. അപ്പോൾ ഇമേജ് 1 കിട്ടുന്നു. ഇനി 2 എന്ന നമ്പർ, അതിനെ നമുക്ക് 2/1 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ 1 ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ 1. അപ്പോൾ 2വിൻ്റെയും ഇമേജ് 1. അപ്പോൾ അങ്ങനെ എല്ലാ ഇൻറ്റീജറിലും എടുക്കുന്ന ഇമേജ് 1 ആയിരിക്കും. ഇനി നോക്കൂ, 0.5. 0.5നെ ഒരു റാഷണൽ നമ്പർ ആയിട്ട് എഴുതുമ്പോൾ 1/2 ആണ് കിട്ടുക. അപ്പോൾ ഡിനോമിനേറ്റർ 2, 2വിൻ്റെ റെസിപ്രോക്കൽ 1/2, അതായത് 0.5. അപ്പോൾ 0.5ൻ്റെ ഇമേജ് 0.5 ആണ്. ഇങ്ങനെ ഓരോന്നും. അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ പല സ്ഥലത്തായിട്ട് കുറേ പോയിന്റ്സാണ്. അപ്പം അത് ഡിസ്കണ്ടിന്യൂസ് ആകുന്ന ഒരു നേച്ചർ കാണിക്കുന്നുണ്ട്. എവിടെ? റാഷണൽ നമ്പേഴ്സിൽ. നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം തന്നെ റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇറാഷണൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആണ്. ഇതിൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യുന്നത് ഡിറിഷ്ലെ ഫംഗ്ഷൻ പോലെ തന്നെയാണ്. അപ്പോൾ അതാണ് ആദ്യം പ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു റാഷണൽ നമ്പർ എ എടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഡെൻസിറ്റി തിയറത്തിൻ്റെ കൊറോളറി യൂസ് ചെയ്യുന്നു. അതായത് ഈ എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കൊറോളറി ഓഫ് ഡെൻസിറ്റി തിയറം says that there exists a sequence xn of irrational numbers in A that converges to A. അപ്പോൾ xn converges to A. xn irrational ആണ്. സോ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് xnൻ്റെ ഇമേജ് 0 ആയിരിക്കണം ഫോർ ഓൾ n. അപ്പോൾ hxnൻ്റെ ലിമിറ്റ് ഓഫ് hxn 0 ആയിരിക്കും. പക്ഷെ എ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ അതൊരു m/n എന്ന ഫോർമാറ്റിൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമേജ് ആ ഡിനോമിനേറ്റർ ആയ എന്നിൻ്റെ റെസിപ്രോക്കൽ, അപ്പോൾ അതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ h(a) ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ h(xn)ൻ്റെ ലിമിറ്റ് 0 ആണ്, പക്ഷെ h(a) ഗ്രേറ്റർ ദാൻ 0യുമാണ്. എന്ന് പറഞ്ഞാൽ h(xn) h(a)യിലേക്കല്ല കൺവേർജ് ചെയ്യുന്നത്,
പക്ഷെ എക്സ് എൻ കൺവേർജ് ചെയ്ത് എയിലേക്കായിരുന്നു. അപ്പം നമ്മുടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി വെച്ചിട്ട് എച്ച് എയിൽ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ പറയുന്നത് എക്സ് എൻ കൺവേർജസ് ടു സി ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. എഫ് കണ്ടിന്യൂസ് ആണ് എങ്കിൽ നമുക്കിവിടെ കൺവേർജസ് എന്ന് കിട്ടണമായിരുന്നു. അങ്ങനെ നമുക്ക് റാഷണൽ നമ്പേഴ്സിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഇറാഷണൽ നമ്പർ എടുക്കാം. ഇറാഷണൽ നമ്പറിൽ തോമസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നത് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് given epsilon there exists a delta such that whenever modulus of x minus b less than delta modulus of h of x minus h of b less than epsilon. അപ്പൊ ഏത് എപ്സിലോൺ എടുത്താലും നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ നമ്മളൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നു. ഇനി നമ്മൾ 5th സെമ്മിലെ മാത്തമാറ്റിക്കൽ അനാലിസിസിൽ പഠിച്ച ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ ഒരു കൊറോളറിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചതുപോലെ തന്നെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇഫ് ടി ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എൻ ടി ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. അതായത് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ 1/nt ലെസ് ദാൻ ടി. ഈ ഒരു കൊറോളറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ടി എടുത്താൽ ഒരു നാച്ചുറൽ നമ്പർ എൻ ടി കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് 1/nt ലെസ് ദാൻ ടി. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ എൻ നോട്ട് കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് 1/n0 ലെസ് ദാൻ എപ്സിലോൺ. ഇവിടുത്തെ ടിയുടെ പൊസിഷനിൽ എപ്സിലോൺ, എൻ ടിയുടെ പൊസിഷനിൽ എൻ നോട്ട്. ഓക്കെ, ഇനി നമ്മളൊരു ക്ലെയിം വെക്കുവാണ്. അതായത് there are only a finite number of rationals with the denominator less than n0 in the interval b minus 1 b plus 1. ഈ ഒരു ഇന്റർവെല്ലിൽ n0നേക്കാൾ ചെറിയ ഡിനോമിനേറ്റർ ഉള്ള റാഷണൽസ് ഫൈനൈറ്റ് നമ്പർ ആണ് ഉള്ളൂ. ഇതാണ് എൻ്റെ ക്ലെയിം. അതിൻ്റെ ഒരു പ്രൂഫ്, നമുക്ക് പ്രൂഫൊന്നും പരീക്ഷയ്ക്ക് എഴുതേണ്ടതില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ ലെസ് ദാൻ n0 വരുന്നതാണ് എടുക്കേണ്ടത്. അപ്പോൾ ലെസ് ദാൻ n0 വരിക എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എന്തൊക്കെ വരുന്നത് എടുക്കണം? 1, 2 എക്സെട്ര n0 മൈനസ് 1 ഇത്രയും ഡിനോമിനേറ്റർ വരുന്നതാണ് എടുക്കേണ്ടത്, അതും ഈ ഒരു ഇന്റർവെല്ലിൽ. ഓക്കെ, ഇനി ഞാനൊരു k ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന റാഷണൽസ് എടുക്കുന്നു. അപ്പം അതെങ്ങനെയാ വരിക? 1/k, 2/k, 3/k അങ്ങനെ എക്സെട്ര അങ്ങനെയാണ് പോവുക. അങ്ങനെയുള്ള അടുത്തടുത്ത രണ്ട് റാഷണൽസ്, ഇപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ 1/k, 2/k, അവരുടെ ഡിഫറൻസ് എന്താ വരിക? 1/k ആണ് വരിക. അപ്പോൾ അടുത്തടുത്ത രണ്ട് റാഷണൽസ് വിത്ത് ഡിനോമിനേറ്റർ k, അവരുടെ ഡിഫറൻസ് 1/k ആണ്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഈ ഇന്റർവെല്ലിൽ അങ്ങനെയുള്ള എത്ര റാഷണൽസ് ഉണ്ടെന്നാ. നമുക്ക് ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് എന്തേ ഉള്ളൂ? 2 ആണ് ഉള്ളത്. കാരണം ബിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് 1 യൂണിറ്റും റൈറ്റ് സൈഡിലോട്ട് 1 യൂണിറ്റും. അപ്പൊ ഈ ലെങ്ത് മൊത്തം 2 ഉള്ളൂ. അടുത്തടുത്ത രണ്ടെണ്ണം തമ്മിൽ 1/k ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എത്ര എണ്ണം കിട്ടും? മാക്സിമം പോയാൽ 2k എണ്ണം ആണ് കിട്ടുക. കാരണം 1/k ഡിഫറൻസ്, അങ്ങനെ മൊത്തം 2k എണ്ണം എടുത്താൽ ആ kയും kയും ക്യാൻസൽ ചെയ്ത് 2 ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ കോൺസിക്യൂട്ടീവ് റാഷണൽസ് വിത്ത് ഡിനോമിനേറ്റർ k, അവരുടെ ഡിഫറൻസ് 1/k ആണ്. അതുപോലെ ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് 2 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇന്റർവെല്ലിൽ k ഡിനോമിനേറ്റർ ആയിട്ടുള്ള റാഷണൽസ് മാക്സിമം പോയാൽ നമുക്ക് 2k എണ്ണം ആണ് ഉള്ളത്. നമുക്ക് 1 ഡിനോമിനേറ്റർ ആയിട്ടുള്ള റാഷണൽസ് വേണം. അപ്പോൾ അത് മാക്സിമം എത്ര വരും? 2 × 1 2. അതുപോലെ 2 ഡിനോമിനേറ്റർ ആയിട്ടുള്ള റാഷണൽ വേണം.
അപ്പോൾ അത് മാക്സിമം 2 ഇൻറ്റു 2 4. അങ്ങനെ എക്സെട്ര n0 മൈനസ് 1 ഡിനോമിനേറ്റർ ആയിട്ടുള്ള റാഷണൽ വേണം. അതായത് 2 ഇൻറ്റു n0 മൈനസ് 1. അപ്പം നമുക്ക് മൊത്തം ഈ ഒരു ഡിനോമിനേറ്റേഴ്സ് വരുന്ന റാഷണൽസ് ഇത്രയും എണ്ണം ആണ് കിട്ടുക. 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര 2 ഇൻറ്റു n0 മൈനസ് 1. എനിവേ അതൊരു ഫൈനൈറ്റ് നമ്പർ ആണ്. അത്രയുമാണ് എൻ്റെ ക്ലെയിം ഉള്ളൂ. അതായത് ബി മൈനസ് 1 ബി പ്ലസ് 1 എന്ന ഇന്റർവെല്ലിൽ ഡിനോമിനേറ്റർ ലെസ് ദാൻ n0 ആയിട്ടുള്ള റാഷണൽസ് ഒൺലി ഫൈനൈറ്റ് നമ്പർ ആണ് ഉള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുന്നത് ആ റാഷണൽസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് ബിയുടെ എടുക്കണം. അത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുക? നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് ബി എന്ന ഒരു നമ്പർ ഒരു ഇറാഷണല് ബി മൈനസ് 1 ബി പ്ലസ് 1 എന്ന ഇന്റർവെല്, ആ ഇന്റർവെല്ലിൽ ഡിനോമിനേറ്റർ ലെസ് ദാൻ n0 വരുന്ന റാഷണൽസ് ഫൈനൈറ്റ്ലി മെനി ഉള്ളൂ. ഫോർ എക്സാമ്പിൾ 5 എണ്ണമാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 5 എണ്ണം ഇവിടെ എവിടേക്കോ കിടക്കുകയാണ്. ഈ 5 എണ്ണത്തിനെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് എടുക്കാം. അപ്പൊ ഫൈനൈറ്റ്ലി മെനി എണ്ണം ഉള്ളൂ എങ്കിലാണ് അവരെ നമുക്ക് കൃത്യമായിട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആ റാഷണൽസിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ക്യാൻ ബി ചോസൺ സോ സ്മോൾ ദാറ്റ് the neighborhood b minus delta b plus delta contains no rational numbers with the denominator less than n0. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലിൽ ഇനി റാഷണൽസ് ഉണ്ട് എങ്കിൽ അവരുടെയൊക്കെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 ആയിരിക്കണം. നമ്മളിവിടെ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു പോലും ഇല്ല. അതിന്റെ കാരണം എന്താ? ഇറാഷണൽ നമ്പേഴ്സിന്റെ ഇമേജ് 0 ആണ്. അതുകൊണ്ടാണ് ആ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറയാത്തത്. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെയ്ബർഹുഡിലുള്ള ഏതൊരു എക്സ് എടുത്താലും, അതായത് ബിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിലുള്ള എക്സ് എടുത്താൽ, ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ബി ലെസ് ദാൻ ഡെൽറ്റയാണ് എങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് എച്ച് ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് ബി ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. എങ്ങനെ? ബി എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണ്. സോ എൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എച്ച് ഓഫ് ബി 0 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് മൈനസ് 0 എന്ന് കിട്ടും. അതായത് മോഡുലസ് ഓഫ് എച്ച് ഓഫ് എക്സ്. അത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n0 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൂഫ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഇങ്ങനെ 1/n0 കിട്ടിയാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്ത്? 1/n0 ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന്. ഓക്കെ, അങ്ങനെ നമുക്കിത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളത് ഈ ഒരു ഇൻഇക്വാളിറ്റിയിലാണ്. മോഡുലസ് ഓഫ് എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n0. ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം. നമ്മുടെ എക്സ് എവിടെയാണ് കിടക്കുന്നത്? ബിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ. ഈ എക്സ് സപ്പോസ് അതൊരു ഇറാഷണൽ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇറാഷണൽ ആണെങ്കിൽ എൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എച്ച് ഓഫ് എക്സ് 0 ആണ്. 0 ആണെങ്കിൽ വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ എപ്സിലോൺ, കാരണം എപ്സിലോൺ പോസിറ്റീവ് നമ്പറാണ്. ഇനി എക്സ് റാഷണൽ ആണെങ്കിലോ? എക്സ് റാഷണൽ ആണെങ്കിൽ ഇത് കിടക്കുന്നത് ബിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിലാണേ. അപ്പോൾ റാഷണൽ എന്ന് പറയുമ്പോൾ അതൊരു m/n എന്ന ഫോർമാറ്റിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു റാഷണൽ നമ്പർ ഈ ഒരു നെയ്ബർഹുഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 ആയിരിക്കും. അതായത് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഈ ഇൻഇക്വാലിറ്റി റിവേഴ്സ്ഡ് ആകും. അതായത് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n0. അപ്പോൾ എക്സ് m/n എന്ന ഫോർമാറ്റിലാണെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ, അതായത് 1/n. ആ 1/n ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n0. 1/n0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ, നമ്മുടെ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ കൊറോളറിയിൽ നിന്ന്. അപ്പൊ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ബി ലെസ് ദാൻ ഡെൽറ്റ ആണ് എങ്കിൽ മോഡുലസ് ഓഫ് എച്ച് ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് ബി ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇതാണ് കണ്ടിന്യൂറ്റിയുടെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ. അപ്പോൾ എച്ച് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഇറാഷണൽ നമ്പർ ബി.
നേരത്തെ പറഞ്ഞു റാഷണലില് അത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന്, ഇപ്പോൾ ഇറാഷണലില് അത് കണ്ടിന്യൂസ് ആണെന്നും പറഞ്ഞു. സോ തോമസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് precisely at the irrational points in A. Okay, thank you.